Hello everyone, welcome to my classes. UGC NET Paper 1 250 PYQ സീരീസിൻ്റെ ഭാഗമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള UGC NET എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് സ്വയംപ്രഭ ചാനൽ നമ്പേഴ്സ് ആണ്. ചാനൽ 8, ചാനൽ 9, ചാനൽ 10 ആൻഡ് ചാനൽ 11. ലിസ്റ്റ് 2ൽ നമുക്ക് തന്നിട്ടുള്ള സബ്ജക്ട്സ് ആണ് അപ്ലൈഡ് സയൻസസ്, സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ലൈഫ് സയൻസസ്, ഫിസിക്കൽ ആൻഡ് എർത്ത് സയൻസസ്. അപ്പോൾ നമുക്കിത് മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ സ്വയംപ്രഭ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. നമുക്കറിയാം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള 40ഓളം DTH ചാനൽസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സ്വയംപ്രഭ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്വയം പ്ലസ് സ്വയംപ്രഭ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത് ഒരു ഷിഫ്റ്റിൽ തന്നെ 2-3 ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ UGC NET Paper 1 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റുകളിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. സോ ലിസ്റ്റ് 1ൽ നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകളാണ് തന്നിട്ടുള്ളത്. അതുപോലെ ലിസ്റ്റ് 2ൽ അതിൻ്റെ മീനിങ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് 1ൽ തന്നിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് A ഫ്രെയിംസ്, B ഫാൻഡം, C ഫോൾസ് കോൺഷ്യസ്നസ് ആൻഡ് D ജെൻറെ. ഇനി അതിൻ്റെ മീനിങ്ങുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസ് സബ് കൾച്ചർ, സെക്കൻഡ് വൺ ദ ബിലീഫ് ദാറ്റ് പീപ്പിൾ ആർ ഡ്യൂപ് ഇൻ ടു ബ്ലൈൻഡ്ലി ആക്സെപ്റ്റിംഗ് ദ പ്രിവെയിലിംഗ് ഐഡിയോളജി. And third one, a class of messages that share distinct characteristics. And fourth one എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഓപ്ഷൻസിലേക്ക് വരിക. ചില സമയത്ത് നമുക്കറിയാവുന്ന ആ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വൺ നോക്കുക. ദ ബിലീഫ് ദാറ്റ് പീപ്പിൾ ആർ ഡ്യൂപ്ഡ് ഇൻ ടു ബ്ലൈൻഡ്ലി ആക്സെപ്റ്റിംഗ് ദ പ്രിവെയിലിംഗ് ഐഡിയോളജി. അതായത് സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്ന സെർട്ടൻ ഐഡിയോളജീസ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാതെ ബ്ലൈൻഡ്ലി ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്താ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്ഷൻ C ആണ്, ഫോൾസ് കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി അല്ലേ. അപ്പോൾ C എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. ഇനി ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. ഓപ്ഷൻസിൽ C 2 വരുന്നത് ആകെ 4th one മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് അറിയാവുന്നത് മാച്ച് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് വരിക, ഓപ്ഷൻസിലേക്ക് വരിക. ഓപ്ഷൻസിൽ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ 4th ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ, ദ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് ഓഫ് ട്രോമാറ്റിക് ഓർ അതർ വെരി ത്രെറ്റനിങ് ഇവൻറ്റ്സ് ഈസ് നോൺ ആസ്. അതായത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട്, അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാണ് സെർട്ടൻ കൈൻഡ് ഓഫ് ട്രോമാറ്റിക് അല്ലെങ്കിൽ ത്രെറ്റനിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുക എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A എന്ന് പറയുന്നത് റിപ്രഷൻ, B പ്രൊആക്റ്റീവ് ഇന്റർഫിയറൻസ്, C റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് D എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, റിപ്രഷൻ ആണ്. അപ്പോൾ റിപ്രഷൻ എന്നുള്ള ആ വേർഡിന്റെ മീനിങ് ആണ് പറയണത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില ത്രെറ്റനിങ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യണം, ഫോർഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൺസോൾട്ടേഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കൺസോൾട്ടേഷൻ? മെമ്മറി എന്നുള്ളൊരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി, വർക്കിംഗ് മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൺസോൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കൺസോൾട്ടേഷൻ? ദ പ്രോസസ് മോസ്റ്റ്ലി കംപ്ലീറ്റഡ് വിത്തിൻ സെവറൽ അവേഴ്സ് ബട്ട് വിച്ച് ക്യാൻ ലാസ്റ്റ് ഫോർ ഇയേഴ്സ്.
which fixes information in long-term memory is known as consolidation. അതായത് നമ്മുടെ ലൈഫിൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് അവേഴ്സിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് എന്ത് ചെയ്യാണ്, കുറേ കാലത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സിന്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാണ്, മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ത്രെട്ടനിങ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിപ്രഷൻ എന്നുള്ളത്. അപ്പൊ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫേസസ് ഓഫ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ച് ഇൻ എ സീക്വൻസ് ഫ്രം phase 1 to phase 5. അപ്പൊ നമുക്കിവിടെ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ചിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ് തന്നിട്ടുള്ളത്, സ്റ്റെപ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ എന്താ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്? എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഈസ് എ സ്റ്റുഡന്റ് സെന്റർഡ് ടീച്ചിങ് മെത്തേഡ്. ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണ്. ദാറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് റിയൽ വേൾഡ് പ്രോബ്ലം. അപ്പൊ ഈ ഒരു മെത്തേഡ് എങ്ങനെ എന്താ വെച്ചാൽ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഡൗട്ട്സ് ചോദിക്കുക. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, ബാക്കി അവർ തന്നെ സ്വയം അന്വേഷിച്ച് റിയൽ വേൾഡിൽ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് learning processനെയാണ് inquiry based learning എന്ന് പറയുന്നത്. In this type of learning environment, students are actively engaged in the learning process and are given the opportunity to explore their natural curiosities. This type of learning is often hands-on and also allows students to connect what they learn in the classroom and the real world. Okay, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും, ബാക്കി അവർ തന്നെ റിയൽ വേൾഡിൽ അന്വേഷിച്ച് കണ്ടെത്തി അവർ സ്വയം പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. It has been shown to improve critical thinking skills, problem solving skills and creativity. ഈ 4 ടൈപ്പ് ഓഫ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണുള്ളത്. സ്ട്രക്ചേർഡ് ഇൻക്വയറി അപ്രോച്ച് ഉണ്ട്, ഓപ്പൺ എൻഡഡ് ഇൻക്വയറി അപ്രോച്ച് ഉണ്ട്, പ്രോബ്ലം ബേസ്ഡ് ഇൻക്വയറി അപ്രോച്ച് ഉണ്ട് ആൻഡ് ഗൈഡഡ് ബേസ്ഡ് ഇൻക്വയറി അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഇതൊരു സ്റ്റുഡൻറ് സെൻട്രിക് അപ്രോച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത്, സ്റ്റുഡൻസിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഇത് വളരെയധികം എൻകറേജ് ചെയ്യും. അതുപോലെ ഇറ്റ് ഇംപ്രൂവ്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, it encourage creativity, it improves communication skills, it connect learning to the real world and it helps to understand complex topic. അപ്പോൾ ഇതാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സയൻസ് എക്സ്പീരിമെന്റ്സ് നടത്താറുണ്ട് അല്ലേ. സയൻസ് എക്സ്പെരിമെന്റുകൾ, അതുപോലെ ഫീൽഡ് ട്രിപ്പ്, ക്ലാസ് റൂം ഡിബേറ്റ്, പ്രോജക്റ്റ്, ഗ്രൂപ്പ് വർക്ക്, ഇതെല്ലാം ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് വർക്ക് ഒക്കെ തരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ടീച്ചർ തരിക, നമുക്ക് ആദ്യം നമുക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ടീച്ചർ നമുക്ക് പറഞ്ഞു തരും അല്ലേ. എന്നിട്ടാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളതിനെ ഏൽപ്പിക്കുക, ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് നമ്മളതിനെ അത് ഏൽപ്പിക്കാം. അതിനുശേഷം നമ്മൾ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യും, എൻക്വയറി ചെയ്തിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം ക്ലബ് ചെയ്ത് പിന്നെ നമ്മൾ ഒരു ഫോമാറ്റിലാക്കി നമ്മൾ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യും അല്ലെ. ക്ലാസ്സിൽ വന്ന് ചിലപ്പോൾ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഡിസ്കഷൻ, ബി ഓറിയന്റേഷൻ, സി കൺസെപ്ച്വലൈസേഷൻ, ഡി കൺക്ലൂഷൻ ആൻഡ് ഇ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇതിനെ ഓർഡറിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് BCEDA ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് എന്താ ചെയ്യുക, ഓറിയന്റേഷൻ, ടീച്ചേഴ്സ് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഓറിയന്റേഷൻ കൊടുക്കുന്നു. ദെൻ കൺസെപ്ച്വലൈസേഷൻ, ഒരു കൺസെപ്റ്റ് മനസ്സിൽ ക്രിയേറ്റ് ആവുന്നു സ്റ്റുഡൻസിന്റെ മൈൻഡിൽ. ദെൻ ഇ ആണ് ഇൻവെസ്റ്റിഗേഷൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഡി കൺക്ലൂഷൻ, അവർ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ആൻഡ് എ ഡിസ്കഷൻ. ഓക്കെ, ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഇപ്പം ഞാൻ അതിൻ്റെ പറഞ്ഞില്ലേ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു, അത് പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾ, പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In self-directed learning, which of the following are the key features of self-directed students? അപ്പോൾ നമ്മൾ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചത്. അപ്പോൾ ഇനി പറയുന്നത് സെൽഫ് ഡിറക്റ്റഡ് ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താ ഈ സെൽഫ് ഡിറക്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ PG ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത PhD ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് വിചാരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ PhDക്കുള്ള ഒരു എൻട്രൻസ് ഉള്ള രീതിയിലും നമ്മൾ നെറ്റിൻ്റെ സ്കോർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് JRF തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഡയറക്റ്റ് ലേണിംഗ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് എന്താ ചെയ്യുക, അവരുടെ ലക്ഷ്യം എന്നുള്ളത് അവർക്ക് വളരെ ക്ലിയർലി അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് JRF കിട്ടണം, JRF നേടി JRFോട് കൂടി PhD ചെയ്യാൻ വേണ്ടി പോകണം എന്നുള്ള ക്ലിയർ എയിം അവർക്ക് ഉണ്ടായിരിക്കും അല്ലേ.
അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവരുടെ അടുത്തുണ്ടായിരിക്കും. അത് അവർ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഫോളോ ചെയ്യുന്നവരുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ദേ ഹാവ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അവരുടെ ഉള്ളിൽ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. ബി ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ചൂസ് പേഴ്സണൽ ഗോൾ. അതും ഉണ്ടായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് ഉള്ള എന്തുണ്ടായിരിക്കും ഗോൾ. മറ്റാരും അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗോളുകൾ അവർക്ക് ഉണ്ടായിരിക്കും. ദേ ഹാവ് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ദേ ഹാവ് സെൽഫ് അസസ്മെന്റ് എബിലിറ്റി ഉണ്ടായിരിക്കും. ദേ ഹാവ് മെറ്റാകോഗ്നേറ്റീവ് സ്കിൽസ് ഉണ്ടായിരിക്കും. എന്താ ഈ മെറ്റാകോഗ്നേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്? മെറ്റാകോഗ്നേറ്റീവ് സ്കിൽസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ദ സോഫ്റ്റ് സ്കിൽസ് യു യൂസ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ യുവർ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. ദ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോൺ ആസ് മെറ്റാകോഗ്നിഷൻ. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ തന്നെ സ്വയം നമ്മളെ പറ്റി മനസ്സിലാക്കുകയാണ്. നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അത് അച്ചീവ് ചെയ്യാൻ ഏതൊരു പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിലേക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, ഇനി ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെ സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്കില്ലുകളാണ് മെറ്റാകോഗ്നേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരുന്നത്? എല്ലാ ഓപ്ഷൻസും ഉണ്ട് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. A, B, C, D and E. ഓക്കെ, അപ്പോൾ എന്താണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഈസ് എൻ അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ദാറ്റ് എംപവേഴ്സ് ലേണേഴ്സ് ടു ലീഡ് their own learning journey. Okay, a learner identify their own learning goals, the resources they need and the strategies they want to adopt. ഇതാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസും ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ലേണേഴ്സ്.